ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് കേരളത്തിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്കുള്ള സർവീസുകൾ താളം തെറ്റുന്നു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി 6 സർവീസുകൾ റദ്ദാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകളാണ് റദ്ദാക്കിയത്. ഇന്ന് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഷാർജ ടു കരിപ്പൂർ വിമാനം റദ്ദാക്കി. കൂടാതെ നെടുമ്പാശ്ശേരിയിൽ നിന്നും ഷാർജയിലേക്കുള്ള വിമാനവും കണ്ണൂരിൽ നിന്ന് ഷാർജയിലേക്കുള്ള വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. കൂടാതെ ബഹ്റൈനിൽ നിന്നും കരിപ്പൂരിലേക്കും കരിപ്പൂരിൽ നിന്ന് ബഹ്റൈനിലേക്കുമുള്ള സർവീസുകളും റദ്ദാക്കി. കരിപ്പൂരിൽ നിന്ന് കുവൈത്തിലേക്കും കണ്ണൂരിൽ നിന്ന് കുവൈത്തിലേക്കും മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കും മസ്കറ്റിൽ നിന്ന് കരിപ്പൂരിലേക്കുമുള്ള സർവീസുകളും മണിക്കൂറുകൾ വൈകിയാണ് പുറപ്പെട്ടത്. സർവീസുകൾ റദ്ദാക്കുന്നതും വൈകി പറക്കുന്നതും യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വിവിധ വിമാനങ്ങൾ റദ്ദാക്കുകയും പല സർവീസുകളും വൈകുകയും ചെയ്തു. ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമപാതയിൽ നേരത്തെ തന്നെ വിലക്കുണ്ട്. ഈ സാഹചര്യത്തിൽ പല വിമാനങ്ങളും ഒമാൻ വ്യോമപാതയാണ് ഉപയോഗിക്കുന്നത്. ഇറാൻ വ്യോമപാത അടച്ചതിനെ തുടർന്ന് ഒമാൻ ആകാശപാതയിൽ തിരക്കേറിയതാണ് വിമാന സർവീസുകൾ റദ്ദാക്കാൻ കാരണമായത്. എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിൽ നിന്നുള്ള വിവിധ സർവീസുകൾ തിങ്കളാഴ്ച റദ്ദാക്കിയിരുന്നു. ഗൾഫിലേക്കുള്ള 6ഓളം സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത്. ഇറാൻ വ്യോമപാത അടച്ചിരിക്കുകയാണ്. പല വിമാനങ്ങളും ഒമാൻ വ്യോമപാത സ്വീകരിച്ചതോടെ ഈ പാതയിൽ എയർ ട്രാഫിക് വർദ്ധിച്ചു. തിങ്കളാഴ്ച പുറപ്പെടേണ്ട കണ്ണൂർ ഷാർജ വിമാനം, ബുധനാഴ്ച പുറപ്പെടേണ്ട ഷാർജ കോഴിക്കോട് വിമാനം, മംഗലാപുരം ദുബായ് വിമാനം, കൊച്ചി ഷാർജ വിമാനം, വ്യാഴാഴ്ച പുറപ്പെടേണ്ട വിവിധ വിമാനങ്ങൾ എന്നിവയാണ് റദ്ദാക്കിയതായി എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരെ അറിയിച്ചത്.